ഇതിന്റെ രാഷ്ട്രീയം എങ്ങനെയായിരുന്നു? ഞാൻ പണ്ട് മുതലൊരു വായനക്കാരനായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇവിടെ മേനോൻ സ്മാരക വായനശാല എന്ന് പറഞ്ഞ് നെടിയാല ഒരു വായനശാല ഉണ്ടായിരുന്നു. 100 വർഷം കഴിഞ്ഞ വായനശാലയാണ്. അപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരു 10 വയസ്സ് മുതൽ അതിന് വായന തുടങ്ങി. ഒരു അതായത് അന്നത്തെ പ്രീ ഡിഗ്രി പാസ്സാകുന്ന ആ കാലത്ത് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ആ വായനശാലയിൽ 90% ബുക്കുകൾ വായിച്ചു കഴിഞ്ഞു. അപ്പോൾ വായന കൊണ്ട് എന്ത് നേടാൻ എന്നുള്ളത് എനിക്ക് ശരിക്കും നന്നായിട്ട് അറിയാൻ വരുന്നത് കൊണ്ട് അങ്ങനെ ഒരു ആശയം എൻ്റെ മനസ്സിലുണ്ട്. എന്നും വായനശാലയോട് ഞാൻ താല്പര്യം കാണിച്ചിരുന്നതാണ്. പിന്നെ ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ എന്തെന്ന് വെച്ചാൽ ഈ മത്സരങ്ങൾ നടത്തി, പിന്നെ അടിക്കുറിപ്പ് മത്സരം, കുറേ മത്സരങ്ങളാണ്. ഇത് കണ്ടു മടുത്തു. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് അതിൽ ഒട്ടും താല്പര്യമില്ല. ഞങ്ങൾ ചെയ്യുന്നെങ്കിൽ കാതലായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നൊരാഗ്രഹം ഞങ്ങൾക്ക് അഡ്മിഷൻ്റെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ വായനയോട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പ്രൊപ്പോസൽ വെച്ച് നമുക്ക് എന്തുകൊണ്ട് വായനശാല കൂടി ചെയ്തുകൂടാ. എൻ്റെ തന്നെ കുറേ ബുക്കുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ മത്സരത്തിന് അയച്ചു തരുന്ന ബുക്കുകൾ വരുന്നുണ്ട്, സുഹൃത്തുക്കൾ അയച്ചു തരുന്ന ബുക്കുകൾ ഉണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെയും കൈവശം ബുക്കുകളുണ്ട്. ആ ബുക്കുകളുള്ളത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് തോന്നി ഇങ്ങനെ ഒരു ആശയം പെട്ടെന്ന് മനസ്സിൽ തോന്നുകയായിരുന്നു. എന്തുകൊണ്ട് നമുക്കൊരു വായനശാല തുടങ്ങിക്കൂടാ. ഒരു വായനശാലയിൽ നിന്ന് അടുത്ത് വേറൊരു വായനശാലയിലേക്ക് പോയി ഈ കേരളം മുഴുവൻ വായനയിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. കാരണം വായന അസ്തമിച്ചു എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷെ അസ്തമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് ആളുകൾ വായിക്കുന്നുണ്ട്, താല്പര്യമുള്ളവർ വായിക്കുന്നുണ്ട് ഇന്ന് തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വായനക്കാരുണ്ടാകുമെന്നും വായിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് വായനശാല തുടങ്ങാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഈ സാഹിത്യകാരന്മാരുമായിട്ട് അടുപ്പ് വന്ന് ചെറുപ്പത്തിലുണ്ടായിരുന്നല്ലേ? തീർച്ചയായിട്ടും. ഞാൻ 1967 എൻ്റെ ആദ്യത്തെ ചെറുകഥ സന്ധ്യ സമാധിയാകുന്നൊരു കഥ എഴുതിക്കൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. കൗമുദി ബാലകൃഷ്ണനാണ് എൻ്റെ ആദ്യത്തെ കഥ പ്രസിദ്ധീകരിക്കുന്നത് 1967 ആഗസ്റ്റ് 14 അതിനുശേഷം പിന്നീട് ഞാൻ 89 ചെറുകഥകളോളം എഴുതി. മലയാളത്തിലെ എല്ലാ വാരികകളിലും, പ്രധാനപ്പെട്ട എല്ലാ വാരികകളിലും, മാതൃഭൂമി, കുങ്കുമം, പിന്നെ കേരള ശബ്ദം, ജനയുഗം തുടങ്ങിയ എല്ലാ വാരികകളിലും അതോടൊപ്പം തന്നെ അതിൻ്റെ ഓണപ്പതിപ്പുകളിലുമായിട്ട് ഞാൻ എഴുതി. അന്നുണ്ടായിരുന്ന എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു പത്മരാജൻ, എം സുകുമാരൻ. അതോടൊപ്പം തന്നെ ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന എം മുകുന്ദൻ, കാക്കനാടൻ, വി കെ മാധവൻകുട്ടി, അതുപോലെ തന്നെ വി കെ എൻ, ഒ വി വിജയൻ, ഇവരൊക്കെ ആ കാലത്ത് എൻ്റെ നല്ല സുഹൃത്തുക്കളായിരുന്നു. അവരൊക്കെ കടന്നുപോയി. ഇനിയും അവശേഷിച്ചിരിക്കുന്ന ഇപ്പം സത്യത്തിൽ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത് ഞാനും യമ്മൂന്നേട്ടനും മാത്രമാണ്. യമ്മൂന്നേട്ടനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി കാണാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. യമ്മൂന്നേട്ടൻ്റെ ഉറ്റ സുഹൃത്താണ് ഇന്നും. ആ താല്പര്യം തീർച്ചയായിട്ടും എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ വായനശാല തുടങ്ങണമെന്നും വായനയിലേക്ക് ആളുകളെ കൊണ്ടുവരണമെന്നുള്ള ഒരു താല്പര്യം ഒന്നുണ്ട്. അന്നൊക്കെ ഞാനും എം സുകുമാരനും ഒക്കെ ആയിട്ട് ഒരുപാട് ബന്ധമുണ്ടായിരുന്നതാണ്. ഒരുപാട് ആശയങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. അതുപോലെ തന്നെ പത്മരാജൻ, ഏറ്റവും കൂടുതൽ അടുപ്പമുണ്ടായിരുന്നത് എനിക്ക് പത്മരാജനോടാണ്. പിന്നുണ്ടായിരുന്നത് ഗൗതമൻ, ഒരു എഴുത്തുകാരനുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ നാട്ടുകാരനല്ല പറയുമ്പോൾ. ഞാൻ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ കൂടി ഇദ്ദേഹത്തിനെ പരിചയപ്പെട്ടതാ. സാഹിതി സംഗമവേദി എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ ഉണ്ട്, 3-4 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന. ഞാൻ ഒരു 3 വർഷമായിപ്പം അതിൽ പ്രവർത്തിക്കുന്ന. അതിൻ്റെ അഡ്മിനായിട്ട് സാറ് തന്നെയാണ് എന്നെ അഡ്മിനാക്കിയത്. അന്നേരം തുടർന്ന് വരുന്ന പ്രവർത്തനങ്ങളാണ്. അപ്പോൾ സാറിങ്ങനെ സാധാരണ ഫേസ്ബുക്ക് കൂട്ടായ്മയോട് കൂട്ട് ഓൺലൈൻ പ്രവർത്തനങ്ങൾ മാത്രമായിട്ടല്ല സാറ് നോക്കുന്നത്. ബാലേന്ദ്രൻ സാറാണ് ഇതിൻ്റെ ഏറ്റവും നെടുന്തൂണ്. അദ്ദേഹത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒറ്റയാൾ പോരാട്ടം എന്ന് നമുക്ക് പറയാം. അതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. എല്ലാവരെയും സഹകരിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ള വിഷൻ, അദ്ദേഹത്തിൻ്റെ വിഷനാണ് ഇത് മുഴുവൻ നടക്കുന്നത്. ഞങ്ങൾ മാധവക്കുട്ടി പുരസ്കാരം, നമ്മുടെ മുട്ടത്തുവർക്കി പുരസ്കാരം, പ്രസ് മീറ്റിൽ കഴിഞ്ഞ ഇതിന് മുമ്പത്തെ പ്രസ് മീറ്റിൽ നമ്മൾ സംസാരിച്ച ഇതൊക്കെ. അപ്പോൾ ആ പുരസ്കാരം ഇങ്ങനെയുള്ള 4-5 വർഷമായിട്ട് ഇതൊക്കെ കൊടുത്തു വരുന്നുണ്ട്, 3-4 വർഷമായിട്ട്.